അപ്പോൾ ഗൈസ് നമ്മളിന്ന് നേരെ ലാവൻഡർ ഫീൽഡിലോട്ടാണ്. അപ്പോൾ ഞാനിത് കുറേ വട്ടം എഡിറ്റ് ചെയ്യാൻ നോക്കിയതാണ്. ഞാൻ വോയിസ് കാണിച്ചത് ആണ് എൻ്റെ ചേട്ടൻ. ഇപ്പോൾ നമ്മുടെ കൂടെ എല്ലാവരും ഉണ്ട്. ഇതാ കണ്ടോ, അമ്മയുണ്ട്, അനിയനുണ്ട്, ചേട്ടനുണ്ട്, അച്ഛനുണ്ട്, പിന്നെ എൻ്റെ അമ്മമ്മയും ഉണ്ട്. അപ്പോൾ നമുക്ക് നേരെ പോകുന്ന വഴി കാണിക്കാം. ഇതാണ് നമ്മൾ പോകുന്ന വഴി. ഇവിടെ കുറെ കാറുകളൊക്കെ. സെൽഫിഷ്നെസ് അല്ല, ഇത്രയും കഷ്ടപ്പെട്ട് 2-3 വട്ടമൊക്കെയാണ് ഞാൻ എഡിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പോയത് അപ്പോൾ അതെന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ ഇരുന്ന് സന്ധ്യക്കൊക്കെയാണ് എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിന്ന് മൊത്തം ലാവൻഡർ ഫീൽഡിലാണോ ചിലവഴിക്കുന്നതെന്ന് അറിയത്തില്ല. കാരണം ഒരു സിഗ്നലാണ്. ഇതുണ്ട്, ഇതൊരു ഇലക്ട്രിക് ബസ് ആണ് കേട്ടോ. തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ആ വഴി വരുന്നുണ്ട് അതുവഴി. അപ്പോൾ നമുക്ക് ഫോൺ കുറച്ച് നേരം താഴ്ത്തി വെക്കാം. ക്രോസ് ചെയ്യുന്ന സമയത്ത് എളുപ്പം പാടില്ല. ഞാൻ ക്രോസ് ചെയ്യാണ്. അപ്പോൾ ഇവിടെ പ്രത്യേകിച്ചൊന്നുമില്ല, ക്രോസ് ചെയ്തു കഴിഞ്ഞു. കുറച്ച് പൂക്കളൊക്കെ കണ്ട് ജീവിതത്തെ ഒരു കാലത്ത് കിട്ടേണ്ട ഒരു കുറച്ച് കാഴ്ചകളൊക്കെ കാണാമല്ലോ നമുക്ക്. ദൈവം അതിന് വേണ്ടിയല്ലേ നേച്ചർ ഉണ്ടാക്കിയേക്കുന്നത്, നേച്ചറിൻ്റെ കൂടെ മനുഷ്യരെയും. അപ്പോൾ ആ മനുഷ്യർക്ക് തോന്നുന്ന ബുദ്ധി നമ്മളെ കൂടെ കാണിക്കുന്നു. അതാണ് ഇരിക്കുന്നു ലാവൻഡറിന്റെ ഫീൽഡ്. നമ്മൾ എത്തിപ്പോയി. ഓക്കെ, ഇതാ ഇവിടെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ പറയുന്ന പോലെ ടിക്കറ്റൊക്കെ എടുക്കാൻ പോവുകയാണ്. അപ്പോൾ എൻ്റെ മുന്നിൽ കൂടെ നടക്കുന്ന ആളെന്ന് പറയുന്ന ആൾ എൻ്റെ അനിയൻ. ആ തൊപ്പി വെച്ചുകൊണ്ട് നടക്കുന്നത് ഞാൻ എല്ലായിടത്തും സൂം ചെയ്ത് കാണിക്കണം. പിന്നെ പ്രത്യേകിച്ചെന്ന് പറയുമ്പോൾ വെതർ എന്ന് പറയുമ്പോൾ തണുപ്പല്ല, ചൂടാണ്. നിങ്ങൾക്ക് ഈ ഫോണിൽ കൂടെ കാണുമ്പോൾ തണുപ്പായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ തികച്ചായിട്ടും ഒരു ഇതാണ് പറയാലോ. കാരണം അത്രയ്ക്ക് ചൂടാണിവിടെ, അത് പറഞ്ഞാലും തീരത്തില്ല. അപ്പോൾ നമ്മളിവിടെ ടിക്കറ്റ് എടുക്കുവാണ്. എന്നിട്ട് ഇതാണ് ഈ ഒരു മൂന്നാറിൻ്റെ വൈബ് കിട്ടുന്നുണ്ടോ എന്നൊരു സംശയം ഇല്ലാതില്ല. ഈ ഒരു മൂന്നാറിനുള്ളൊരു ടൈപ്പുള്ള ഒരു വൈബ് അല്ലേ തോന്നുന്നുണ്ട്. പക്ഷേ ലാവൻഡറിൻ്റെ ഒരു ഇത് മാത്രമേ വരുള്ളൂ എന്നാണ് എൻ്റെ ഒരു ഗസ്. അപ്പോൾ നമുക്കൊന്ന് നേരെ സൂം ചെയ്ത് നോക്കുവാണെങ്കിൽ കറക്റ്റ് ഈ സൂം ചെയ്ത് നോക്കുമ്പോൾ കാണത്തില്ല, നമ്മൾ കയറി നോക്കുമ്പോൾ കാണാനിരിക്കും. നമ്മൾ നേരെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കയറിയിരിക്കാനായിട്ട് പോകുന്നുണ്ട് പതിയെ. ഇവിടെയും ക്രോസ് ചെയ്യാണ് നമ്മൾ. ഇതാണ് ഫീൽഡ്, നമുക്കൊന്ന് കയറിപ്പോകണം. ഒരു മിനിറ്റ്, നമുക്ക് കയറിയിട്ട് ഒരു വീഡിയോ എടുത്ത് കാണിക്കാം. അപ്പം പിന്നെ ഇതാണ് നമ്മൾ കാണുന്ന ഈ സാധനം. അതെ ഗൈസ്, ഇതാണ് നമ്മുടെ ലാവൻഡേഴ്സ് എന്ന് പറയുന്ന ഈ സാധനം. നല്ല പൂക്കളാണ് കേട്ടോ, നല്ല പൂക്കളാണ്. ഐ മീൻ നല്ല രസമാണ് കേട്ടോ ഇത് കാണാൻ എന്ത് രസമാണെന്നറിയാവോ ഇത്. എനിക്ക് തോന്നുന്നു ഇതല്ല, ഇതിന്റെ മേളിലൊരു നിലയുണ്ട്. ആ നിലയാണ് കുറച്ചുകൂടി നല്ലതെന്ന് പറയുന്നുണ്ട്. എനിക്ക് അറിയില്ല, നേരെ പോവാണ്. പക്ഷെ കുഴപ്പമില്ല കേട്ടോ. ഇത് കാണാൻ രസമുണ്ട്, നല്ല രസമുണ്ട്. ഇത് കാണാൻ രസമുണ്ട്, എനിക്കിഷ്ടപ്പെട്ടത്. ഇതിനെന്താ കുഴപ്പം എന്നുവെച്ചാൽ ചിലതൊക്കെ കരിഞ്ഞു പോകുന്നേ ഉള്ളൂ. കണ്ടില്ലേ, ഇവിടെ വേറൊരാൾ വ്ലോഗ് എടുക്കുന്നു. വേറൊരാൾ ഇവിടെ വ്ലോഗ് എടുക്കുന്നുണ്ട്. ഞാനും അയാളുടെ കൂടെ തന്നെ നടക്കാണ്. എന്ന് വെച്ചാൽ ഇതാണ് എൻ്റെ അനിയൻ കുരുപ്പ്, അവിടെ എൻ്റെ ചേട്ടൻ കുരുപ്പ്. അനിയൻ ബാവയും ചേട്ടൻ ബാവയും ഇവിടെയുണ്ട്. നമ്മുടെ കൂടെ ഞാൻ ആരാണ്? അനിയത്തി പാവയാണ്, ചേച്ചി പാവയാണ്. പാവയില്ല, നമ്മൾ ആ കാർട്ടൂൺ ഓർമ്മയില്ലേ, 2K കിഡ് ഇൻ ലവ് വിത്ത് 90s കാലം. ഓ മൈ ഫാമിലി, നല്ല രസമുണ്ടല്ലേ? റിയൽ ലൈഫ് കാണാൻ നല്ല രസമാണ്, ക്യാമറ കാണാൻ ഒട്ടുമില്ല.
ഇപ്പോൾ ഞാൻ എന്തൊക്കെയൊക്കെയോ കാണിക്കുന്നുണ്ട്. ഈ വ്ളോഗ് എന്ന് പറയാൻ പറ്റില്ല, ജസ്റ്റ് ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെയൊക്കെ എന്തൊക്കെയോ കാണിക്കുന്നതാണ്. പക്ഷേ ഇത് ഒരിക്കലും ഒരു വ്ളോഗായിട്ട് കാണരുത്. ഇത് ജസ്റ്റ് ഒരു വീഡിയോ ആണ്, ഷോർട്ടുമാണ്. ഞാൻ ജസ്റ്റ് എന്തൊക്കെയോ എടുത്തുകൊണ്ടിരിക്കുക. അപ്പോഴത്തേക്കും ഇത് വളരെ ഷോർട്ടാണ്. ഞാൻ ഇനി പോകുന്നിടം വരെ കുറച്ച് ഷോർട്ടൊക്കെ എടുക്കുന്നുണ്ട്. ഞാൻ ഇനി കുറച്ച് ഷോർട്ടൊക്കെ കാണിച്ചു തരാമേ. അപ്പോൾ ഞാൻ ഇന്നെടുത്ത ഷോർട്സ് ഒക്കെ കാണിച്ചു തരാം. എന്നുവെച്ചാൽ ഇപ്പം എടുത്ത ഷോർട്ട്, അതായത് ഇതൊന്നും ഷോർട്ടായിട്ട് എടുക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഞാൻ വീഡിയോ പാട്ട് പഠിക്കോ? മണിക്കുട്ടിനി എൻ്റെ മനസ്സിനുള്ളിൽ, മണിക്കുട്ടിനി എൻ്റെ മനസ്സിനുള്ളിൽ, മണിക്കുട്ടിനി എൻ്റെ മനസ്സിനുള്ളിൽ. അത്തിപ്പഴത്തിൻ ഇളനീർ ചുരത്തും മുത്തം കൊതിക്കുന്നു ഞാനെന്നുമെന്നും. അത്തിപ്പഴത്തിൻ ഇളനീർ ചുരത്തും മുത്തം കൊതിക്കുന്ന പൂവൻ കവിൾപ്പൂ. മദനനിരുമിഴികളിലെ ചിമിഴിലൊളിയുമ്പോ അവനിട്ട നൂൽപാലമേറുന്നു ഞാനും. ഒരിടത്തുമെത്താത്ത സഞ്ചാരിയായി ഞാനിതുവരെ അലഞ്ഞു, ഇനിയും അത് വേണോ? ഇല്ലില്ലതില്ലില്ല മേലിൽ അത്തിപ്പഴത്തിൻ ഇളനീർ ചുരത്തും മുത്തം കൊതിക്കുന്നു ഞാനെന്നുമെന്നും. കണ്ണാങ്കുറിഞ്ഞി മിന്നാമിനുങ്ങി മിഴിമയിലു നടമാടും ഇളമയുടെ പൂമാറിൽ ഞാൻ എൻ്റെ പൂത്താലി ചാർത്തും. അത്തിപ്പഴത്തിൻ ഇളനീർ ചുരത്തും മുത്തം കൊതിക്കുന്ന പൂവൻ കവിൾപ്പൂ.
സുഖമറിഞ്ഞു ആ പൊൻകിനാവിന്നു പൂക്കും അത്തിപ്പഴത്തിന്നിളനീർ ചുരത്തും മുത്തം കൊതിക്കുന്ന പൂവൻ കവിൾക്കും കണ്ണാരു പൊത്തും കയ്യാരു കെട്ടും മിഴിമയിലു നടമാടും ഇളമയുടെ പൂമാറിൽ ഞാൻ എൻ്റെ പൂത്താലി ചാത്തും ഓ അത്തിപ്പഴത്തിന്നിളനീർ ചുരത്തും മുത്തം കൊതിക്കുന്ന പൂവൻ കവിൾക്കും എന്ന് വെച്ചാൽ വോയിസ് കവർ എന്ന് പറയുമ്പോൾ നമ്മളിത് കൂട്ട് പബ്ലിക് സ്ഥലത്ത് നിന്നും ഒത്തിരി മിണ്ടാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞാൻ വീട്ടിൽ ചെന്നിട്ട് എഡിറ്റ് ചെയ്യുന്നതിൻ്റെ കൂടെ വോയിസ് തന്നെയാണ്. എൻ്റെ വോയിസ് തന്നെയാണ് കേട്ടോ. ഓട്ടോ ജനറേറ്റഡ് ആയിട്ടുള്ള വോയിസ് എനിക്കറിയത്തില്ല ഇടാൻ പറ്റും. ഇവിടെ ട്രെയിനിനൊക്കെ പോകാനുള്ള സ്ഥലമുണ്ട്. ട്രെയിൻ അല്ല, ഒരു ട്രക്ക് പോലത്തെ ഒരു സാധനത്തിലൂടെ പോകും. ഇതൊക്കെയാണ് ഒന്നും ഇല്ല കാണാൻ. എന്തായാലും നമുക്ക് ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ വ്ളോഗിൽ. വ്ളോഗാന്ന് പറയാനും പറ്റത്തില്ല, കാരണം ഇതാണ് ഒരു വ്യൂ. വേണ്ട, ഇവിടെ കാണാൻ നല്ല രസമാണ് കേട്ടോ. ഞാൻ കാണിച്ചു ഇതുണ്ടോ, നമ്മൾ ഇതിലേക്കൂടെ നടക്കുമ്പോൾ നമുക്ക് ട്രെയിൻ കാണാൻ പറ്റും. ഇതുണ്ട്, ഇതാണ് ഈ പാത്ത്. ഇതിലേക്കൂടെയാണ് ട്രെയിൻ പോകുന്നത്. ഇത് ട്രെയിൻ അല്ല, ഇത് ചുറ്റി കറങ്ങാൻ പറ്റിയൊരു സാധനമാണ്. ഇതൊക്കെ ഇവിടെ ഒന്ന് ഷോട്ട് എടുക്കാനൊക്കെ ആണെന്ന് തോന്നുന്നു ഈ പാത്ത് നിർമ്മിച്ചിരിക്കുന്നത്. നല്ല രസമുണ്ട്. ആ ട്രക്കാണെങ്കിലും പോട്ടെ. ട്രെയിൻ വളരെ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. പക്ഷെ ട്രെയിൻ പോട്ടെ, ട്രക്ക് അത് തന്നെ. വളരെ ചൂടാണ് ഗൈസ് ഇപ്പോൾ. എന്ത് ചൂടാണെന്നറിയുമോ? വീട്ടിൽ ചെണ്ട് വേണം ഒന്ന് കുളിച്ച് ഒന്ന് ഫ്രഷായി എടുക്കാൻ. അച്ഛാ, പിന്നെ എന്തോ സാധനം വാങ്ങിക്കണമെന്ന് പറഞ്ഞില്ലേ? കടലമാവ് എന്തോ വീട്ടിലുണ്ടോ? വീട്ടിലുണ്ട്. അപ്പോഴെന്തായിരിക്കും ഉണ്ടല്ലേ. അപ്പോൾ നമുക്ക് താഴോട്ട് ഇറങ്ങുമ്പോൾ കാണാം. ഹലോ, അപ്പോൾ നമ്മളിത് കഴിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ എങ്ങനെ ഡസ്റ്റ്ബിൻ ഉണ്ടോ നോക്കുമായിരുന്നു. Look at this.
take a walk on a wild side. Butterflies you are most likely to spot at the Mayfield. ഇവിടെ എത്ര ബട്ടർഫ്ലൈസ് ആണ്. കോമൺ ബ്ലൂ, സ്മോൾ വൈറ്റ്, ലാർജ് വൈറ്റ്, കൊമ്മ, ഗേറ്റ് കീപ്പർ, റെഡ് അഡ്മൈറൽ, പീകോക്ക്, സ്മോൾ ടോർട്ടോയ്സ്, painted lady, brimstone, speckled wood, and a orange tip. താഴെ ഇറങ്ങുമ്പോൾ കാണാമെന്ന് പറയുമ്പോൾ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഈ ഫോൺ മൊത്തത്തിൽ ചൂടാട്ടോ. പിന്നെ ചാനിൽ നിന്നും ആണ്ടൊരു ട്രെയിൻ വരുന്നുണ്ട്. ഇപ്പോൾ വരും ഒരു ട്രെയിൻ. ഇത് നമുക്ക് കാണാമേ. ട്രെയിൻ ഇത് മൊത്തം നമ്മൾ ചുറ്റിക്കറങ്ങും ആൾക്കാരെ എടുത്തുകൊണ്ട്. ഈ ലാവൻഡർ തോട്ടം ഫുള്ളായിട്ട് കാണാൻ. പക്ഷെ ഞാൻ നിങ്ങളെ കറക്കി കാണിച്ചല്ലോ. ഇനി ട്രെയിനിൻ്റെ ആവശ്യമില്ല. ഓ, ഇവിടെ കുറേ കാര്യങ്ങളുണ്ട്. ആ ട്രെയിൻ അവിടെ തന്നെ നിൽക്കുക. നമുക്ക് ആ ആൾക്കാരെ എടുത്തോണ്ടിരിക്കുക. ട്രെയിൻ ആൾക്കാരെ എടുക്കില്ല. ഇവിടുത്തെ ലാവൻഡേഴ്സ് മൊത്തം ഇതുണ്ടോ, കരിഞ്ഞു പോറായി. ഇവിടുത്തെ ചൂട് കാരണം ഇവിടുത്തെ ലാവൻഡേഴ്സ് കരിഞ്ഞു പോറായി. എന്തായാലും നല്ല കേട്ടോ ഇത്. ഓക്കെ, തണലാവുമ്പോൾ തന്നെ തൊപ്പി വെക്കണമായിരുന്നു എനിക്ക്. എന്തിൻ്റെ കേടായിരുന്നു എനിക്ക്. പിന്നെ എൻ്റെ കണ്ണാടിയുടെ കാര്യം ചോദിക്കാത്തവരാരും കാണത്തില്ല. കണ്ണാടിയാണ്. അമ്മ ഇവിടെ ഇരിക്കാൻ പറ്റിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. എന്നെ തന്നെ ഞാൻ അടിച്ച്. കുറച്ച് നേരം കഴിഞ്ഞ് ട്രെയിനൊക്കെ വന്ന് നമുക്ക് പോകുമ്പോൾ കാണാം. അപ്പോൾ ഇതാണ്. ഇപ്പം വളരെ വെയിലാണ്. അപ്പോൾ നമുക്ക് പുറത്തിറങ്ങുമ്പോൾ കാണാം. അല്ലെങ്കിൽ ഇതുണ്ടോ, ഇതെന്ത് രസമാണെന്നറിയോ. ബൈ. ഇന്നത്തെ വ്ളോഗാണോ അല്ല എന്തെങ്കിലും ആവട്ടെ. ഇന്നത്തെ സാധനം ഇവിടെ തീരുന്നു. അപ്പോൾ നമ്മൾ വീട്ടിലെത്തിയിരിക്കുന്നു. ബൈ. ഇന്നത്തെ ലാവൻഡർ കളറുള്ള ബുഷുണ്ട്. ഇന്നത്തെ ലാവൻഡറിൻ്റെ തോട്ടം ഇഷ്ടപ്പെട്ടെന്ന് എനിക്കും കരുതുന്നു, നിങ്ങൾക്കും കരുതുന്നു. അപ്പോൾ ഇന്ന് എൻ്റെ ഈ ലാവൻഡറിൻ്റെ ഒരു വ്ളോഗ് ഇവിടെ വെച്ച് കഴിയുന്നു. ബൈ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇന്നത്തെ വ്ളോഗ് ഇവിടെ നിന്ന് നമ്മൾ തീർക്കുകയാണ്. അപ്പം ഇനി ഒന്നും ചെയ്യാനില്ല. ഇപ്പം ഇവിടെ സമയം 4:13. അപ്പം ഇവിടെ നിന്ന് ഞാൻ വ്ളോഗ് അങ്ങ് തീർക്കുകയാണ്. ഓക്കെ, ബൈ എവരിവൺ.